ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സാധാരണ പുട്ടായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഗ്ലാസ്സിലാണ് ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ 3-4 പുട്ടൊക്കെ അല്ലെങ്കിൽ 4-5 പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പുട്ടുപൊടി ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, പക്ഷെ അതും ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പോളമുള്ള മട്ട റൈസാണ്. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഇതൊക്കെ വെള്ളമൊക്കെ ഈ ഒരു അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ ഒരു അരിപ്പയിലോട്ട് മാറ്റി ഇതിലത്തെ വെള്ളം എല്ലാം ഒന്ന് വാർന്ന് പോകണം. അപ്പോൾ അതുവരെ നമുക്ക് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ്, ഞാനിവിടെ ഏകദേശം 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റ് ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1.5 ക്യാരറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1/2 കപ്പോളം വരും കേട്ടോ, കപ്പിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ ബീട്രൂട്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ക്യാരറ്റിന് പകരം ബീട്രൂട്ട് എടുത്താലും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, എന്ന ഒരു വെറൈറ്റിയുമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളമുള്ള വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു കണക്കിന് മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട്. അപ്പോൾ ഇതും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പുട്ടുപൊടി ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുള്ള വെള്ളം എല്ലാം വാർന്ന് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു അരി അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ അരിക്ക് അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വരാൻ. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പുട്ടുപൊടി ഇരിക്കുന്നത്. നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പുട്ടുപൊടി കിട്ടും. മാത്രമല്ല നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൈ നനയാതെ തന്നെ നമുക്ക് സൂപ്പർ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടല്ലാതെ തന്നെയും നിങ്ങൾക്ക് നോർമലായിട്ടുള്ളൊരു പുട്ടും ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി അടുത്തത് ഈ ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുട്ടുപൊടിക്കകത്തോട്ട് ഞാൻ ഈ ഒരു നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇടേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ ഒരു ക്യാരറ്റും പുട്ടുപൊടിയും കൂടെ, ക്യാരറ്റിൻ്റെ പേസ്റ്റും പുട്ടുപൊടിയും കൂടെ ചേരുമ്പോൾ അത് കട്ടായി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയമെടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പം ഞാനിതുപോലെ കയ്യിലൊന്ന് പീച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു ഷേപ്പ്, നമുക്കിങ്ങനെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് ഫോം ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒരു പുട്ടുപൊടിയുടെ ഒരു കണക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുട്ടിൽ ചേർക്കാനുള്ള തേങ്ങയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചെരുവിയ തേങ്ങയും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ ചേർക്കുന്നത്, ഞാൻ ഏലക്കയാണ് ചേർക്കുന്നത്. ഒരു ഏലക്കയുടെ കുരു അത് ചതച്ചതോ പൊടിച്ചതോ ആയിട്ട് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചായയൊക്കെ കുടിക്കുന്ന സാധാരണ ഒരു ചില്ലിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചില്ലിങ് ഗ്ലാസ്സിൽ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി എണ്ണ തടവോ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ഗ്ലാസ്സിനകത്ത് നേരിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പുട്ടും കുറ്റിയിൽ ലെയർ ഇടുന്നത് പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെയും തേങ്ങയും പിന്നെയും പുട്ട്, അങ്ങനെ ആ ഒരു എത്രത്തോളം നമ്മുടെ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള ലെയർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ലെയറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട. ഇനി നമ്മളത് ഇഡ്ഡലിയുടെ തട്ടിൻ്റെ ആ ഒരു കുഴിയിലോട്ട് ഇതൊന്ന് കമത്തി ഇടാണ് ചെയ്യുന്നത്. നമ്മളതൊന്ന് കമത്തി ഇതുപോലെ ഒന്ന് വെച്ച് ഇതിൻ്റെ പുറകിൽ 1-2 തട്ടി കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് താഴോട്ടങ്ങ് വീണോളും. പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ആ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിൽ കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കിക്കുക, നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിരട്ടപ്പുട്ടിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഷേപ്പിൻ്റെ എന്താ പറയുക, ചിരട്ടയുടെ ആ ഒരു ഷേപ്പിൻ്റെ മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാ ഒരു പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിനി ബാക്കിയുള്ള 3 കുഴിയും കൂടെ നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ആ ഒരു പുട്ടും കുറ്റിയിൽ ഒരെണ്ണത്തിലല്ലേ നമുക്ക് ഇച്ചിരി സമയം എടുക്കും ഒരെണ്ണേ ആവത്തുള്ളൂ. എന്നാൽ ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4 കുഴിയുള്ള ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം ഒരേ സമയം കിട്ടും. അതല്ല 5 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 5 പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു സ്വാദെന്ന് പറയുന്നതും സൂപ്പറാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാവുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് കുത്തി എന്താ പറയുക, പുട്ടും കുറ്റിയുടെ ഉള്ളിൽ നമ്മൾ കോലിട്ട് കുത്തി അങ്ങനത്തെ ഇടപാടുകളൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതുപോലെയൊക്കെ ഒന്ന് കമത്തിയൊക്കെ ഇട്ടിട്ട് വരാം. ഞാനപ്പോൾ ഈ 4 കുഴിയിലും ഞാനിതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കിക്കേ, നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അതേ കറക്റ്റ് ഗ്ലാസ്സിൽ ഷേപ്പ് അങ്ങ് ഫോം ആവും. അപ്പോൾ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ലെയർ കൂടുന്തോറും കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിനകത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പുട്ടൊന്ന് ആവി കയറ്റുന്ന നേരം കൊണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പാക്കറ്റിൽ നിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ചെമ്പ അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു മിനിറ്റോളം നമുക്ക് പാനിലൊന്ന് വറുത്തെടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളത്തിന് പകരം ഞാൻ ഈ ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ക്യാരറ്റ് മുഴുവനോടെ കൂടെ ചേർക്കാം. അതായത് നമ്മൾ 1/2 കപ്പോളം എടുത്തിട്ടുള്ള ക്യാരറ്റ് മുഴുവൻ ചേർക്കാം. എന്നിട്ട് പോരായ്മയുള്ള വെള്ളം ചേർത്താൽ മതി. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സും ചേർത്ത് ഈ പുട്ടുപൊടി ആദ്യം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് സാധാരണ നമ്മൾ പുട്ട് നനച്ചെടുക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊരു പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പുട്ടൊക്കെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്ന് പീച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അതൊരു ഷേപ്പായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഈ ഒരു പുട്ടുപൊടിയുടെ നനവൊക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാണ്. നല്ല ആവി പറക്കുന്ന ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡിയാണ്. നല്ല ഹെൽത്തിയും അതിനേറെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വലിയ പാടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ ഒരു ഗ്ലാസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒപ്പം ഇഡ്ഡലി തട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടിയിൽ നോക്കാം. അപ്പോൾ പുട്ടുപൊടിക്ക് ഈ ഒരു പുട്ടുപൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്ലാസ്സിൽ മുന്നേ തന്നെ കാണിച്ചതുകൊണ്ട് അത് വേറൊരു പാത്രം ഇതേപോലത്തെ ഒരു കുഞ്ഞൊരു ബൗളെന്ന് പറയാനൊക്കത്തില്ല. ഇതൊരു നമ്മൾ ഈ പുഡിങ്ങും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതൊരു കൊച്ചു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇതേപോലെ തന്നെ നമുക്ക് ലെയറായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഇഡ്ഡലി തട്ടിലോട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിക്കേ, നല്ല കുഞ്ഞ് പുട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുട്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.